നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ജാഥയ്ക്ക് ആദ്യ സ്വീകരണം തൃത്താലയിൽ നൽകി, പട്ടാമ്പിയിലും സ്വീകരണം നൽകി കഴിഞ്ഞ് 3 മണിക്ക് ചെർപ്പശ്ശേരിയിൽ സ്വീകരണം ജാഥയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. ഷൊർണൂർ, ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ്, UDF നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. സ്വീകരണത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നേതാക്കൾ, UDFൻ്റെ മണ്ഡലം നേതാക്കളൊക്കെ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. എന്താ പറയുക? നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതുയുഗ യാത്രയാണ്. ഈ പുതുയുഗ യാത്ര നല്ല അതിഗംഭീരമാക്കണം, നമുക്ക് അടിപൊളിയാക്കണം. അതിന് ഞങ്ങളുടെ സംഘാടകരൊക്കെ മികച്ച ജോലികൾ ചെയ്തിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല പ്രചരണമാണ്. ഞങ്ങൾ ഷൊർണൂരും ഒറ്റപ്പാലവും കൂടി സംയുക്തമായിട്ടുള്ള യോഗമാണ്. അതിന് ഗിരീഷ് മാഷ് ഇവരൊക്കെ എല്ലാവരും നന്നായിട്ട് സജീവമായിട്ട് ഞങ്ങളുടെ UDFൻ്റെ കൺവീനർമാരായ അബ്ദുറഹ്മാൻ, ഷൗക്കത്ത് അലി എന്നിവർ നന്നായി അധ്വാനിച്ചു. നമ്മുടെ ചെർപ്പശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അബ്രലി, ഉണ്ണിയേട്ടൻ, എല്ലാവരും നന്നായിട്ട്, ഒരുപാട് പ്രമുഖർ ഇതിൽ നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാം നല്ല വരവേൽപ്പാണ് എടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ സ്വീകരണം ഗംഭീരമാവും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിലെയും ഷൊർണൂർ നിയോജകമണ്ഡലത്തിലെയും പ്രവർത്തകർ വാഹനങ്ങളൊക്കെ ബുക്ക് ചെയ്ത് ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചേരും. നല്ല പ്രചരണങ്ങൾ അതിന് ഉണ്ടായിട്ടുണ്ട്. സ്വീകരണം അതിഗംഭീരമാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിപ്പിച്ചിരുന്ന ആളുകൾ, ഭരണമുന്നണിക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച ആളുകൾ കൂടി ഈ സ്വീകരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കാണാനെത്തുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ കാർഷിക മേഖലയിൽ, അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന നല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന അതിവിദഗ്ധരായ പ്രാവീണ്യമുള്ള ആളുകളെ നമ്മുടെ ഈ യോഗത്തിൽ വെച്ച് സ്വീകരിക്കുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും നല്ല ഒരു പ്രതീക്ഷയോടെ കാണുന്ന ഈ ജാഥയെ വളരെ ആവേശഭരിതരായി സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ ജാഥ ഇടതുഭരണത്തിനെതിരെയുള്ള ഒരു ജനവികാരം തന്നെയാണ്. തുടക്കം മുതൽ ജനങ്ങളുടെ പങ്കാളിത്തം കൂടിക്കൂടി ഓരോ സ്റ്റേജ് കഴിയുന്നവരും കൂടിക്കൂടി വന്നിരിക്കുന്നുണ്ട്. ചെർപ്പശ്ശേരിയിൽ അതിമനോഹരമായിരിക്കും ജനപങ്കാളിത്തം കൊണ്ട് ഇത് നിറഞ്ഞൊഴുകും, യാതൊരുക്കമില്ല. അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വിധിയിൽ തന്നെ ആയിരിക്കും ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ. അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറ് നയിക്കുന്ന പുതിയ യാത്ര ഇന്ന് ചെർപ്പശ്ശേരിയിൽ ഒരു 3-3:30 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തിച്ചേരുകയാണ്. ഞങ്ങളിതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഒരു 2 ആഴ്ചയോളമായി ഞങ്ങളിതിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു. ഇതിൻ്റെ മുഴുവൻ 95% പ്രവൃത്തിയും ഞങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അവരെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കുള്ളത്. എന്തായാലും നമ്മുടെ പ്രിയങ്കരനായ വി ഡി സതീശൻ സാറിനെ വീക്ഷിക്കാനും പ്രമുഖരായ നേതാക്കന്മാർ വരുന്നുണ്ട് നമ്മുടെ ചെർപ്പശ്ശേരിയിൽ. അപ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കാനൊക്കെ ചെറുപ്പശ്ശേരി ഒരുങ്ങി നിൽക്കുകയാണ്. തീർച്ചയായും നല്ലൊരു ജനപങ്കാളിത്തം ഉണ്ടാവുമെന്നും ചെറുപ്പശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് ഇതിൻ്റെ ഒരു നേതൃത്വം ഈ ചെറുപ്പശ്ശേരിയിലാവേണ്ടത് ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം നല്ലൊരു ജനപങ്കാളിത്തം ഉണ്ടാവുന്നതിന് യാതൊരു സംശയമില്ല. എന്തായാലും ഈ എല്ലാ സ്വീകരണ സ്ഥലങ്ങളിലും ഒരു ഗംഭീരമായ ജനസാന്നിധ്യം അതിലുണ്ട്. അത് ചെറുപ്പശ്ശേരിയിലും ഉണ്ടാവുമെന്ന് യാതൊരുവിധ തർക്കമില്ല. ഒരു 3-3:30 ചൂട് നമ്മളെ കുറച്ച് കാലാവസ്ഥ കുറച്ച് ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ട്. എന്നാലും ഒരു 3:30-4 മണിയാകുമ്പോഴേക്കും അത് വെയിലിൻ്റെ ഒരു കാഠിന്യം കുറയുന്നു എന്നൊരു പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രവർത്തകരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും. 2 നിയോജകമണ്ഡലം ഒറ്റപ്പാലം അതുപോലെ ഷൊർണൂരും നിയോജകമണ്ഡലം സംയുക്തമായിട്ടുള്ളതാണെന്ന്. അപ്പോൾ അതിനുള്ള വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. ജാഥ 2 നിയോജകമണ്ഡലം കമ്മിറ്റികൾ ചേർന്നുകൊണ്ടാണ് ഇവിടെ സ്വീകരണം ഒരുക്കുന്നത്. ഈ ജാഥ ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന ജാഥ കേരളത്തിലെ എല്ലാ മേഖലയിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്, അത് പ്രതിപാദിച്ചുകൊണ്ടാണ് ഓരോ യോഗങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ജനങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ സ്വീകരണ യോഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, വലിയ ജനപങ്കാളിത്തം കൊണ്ട്, ബഹുജന പങ്കാളിത്തം കൊണ്ട് വിസ്മയം തീർത്ത ജാഥയാണ് ഇവിടെ എത്തുന്നത്. തീർച്ചയായും ഈ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുകയും
നമ്മുടെ നാട് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ടുള്ള യാത്രയാണ്. അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. തീർച്ചയായിട്ടും അത് എന്താണെന്നറിയാൻ അത് ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ജാഥയെ സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കുന്നതോടുകൂടി നമ്മൾ ഷൊർണൂരും ഒറ്റപ്പാലവും കൂടി വീണ്ടെടുക്കുമെന്ന് UDF ശുഭപ്രതീക്ഷയിലാണ്. ഇവിടുത്തെ എല്ലാ പ്രവർത്തകരും അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രമുഖരായ ആൾക്കാരും ഈ UDFനെ സഹായിക്കാൻ രാഷ്ട്രീയം വിട്ടു വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ നേതാക്കൾ പറഞ്ഞ പോലെ തന്നെ വലിയ ആവേശത്തിലാണ് ഈ ജാഥയെ വരവേൽക്കാൻ ഈ ചെർപ്പശ്ശേരി ഒരുങ്ങിയിട്ടുള്ളത്. UDF ഷൊർണൂർ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായിട്ടാണ് ഇവിടെ ഈ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും പ്രമുഖ UDFൻ്റെ തന്നെ മുന്നണി നേതാക്കൾ പ്രമുഖരായവരൊക്കെ ഇവിടെ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് CPM-ൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ പാർട്ടി വിട്ട് UDF-ൽ ചേരുന്നുണ്ട്, ഈ പക്ഷത്തേക്ക് ചേരുന്നുണ്ട്. അവരും ഈ ജാഥയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേരുമെന്ന ഇപ്പോൾ നേതാക്കൾ പങ്കുവെക്കുകയുണ്ട്. എന്തായാലും 3 മണിക്കാണ് സ്വീകരണം പറഞ്ഞിട്ടുള്ളത്. അത് ചൂടൊക്കെ കണക്കിലെടുത്ത് അല്പം വൈകിയാലും 3:30 തന്നെ ഈ സ്വീകരണ യോഗം ഇവിടെ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. വൻ ജനാവലി തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ നേതാക്കളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്.